ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റിയാണ്. സോ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ ഇന്നത്തെ ഈ ഒരു ലെക്ചർ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ദെൻ അടുത്ത ഒരു പാർട്ടായിട്ടോ നമ്മൾ രണ്ട് മറ്റ് ഓർഗനൈസേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ IMF ആൻഡ് IBRD, ദാറ്റ് ഈസ് വേൾഡ് ബാങ്ക്, ഇന്ന് വേൾഡ് ബാങ്ക് ഗ്രൂപ്പാണ്, അതിനെപ്പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. സോ ഫസ്റ്റ് പാർട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏരിയ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. സോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ യു നീഡ് ടു നോ ദി ഇവല്യൂഷൻ, എങ്ങനെയാണ് ഈ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഫ്രെയിം വർക്കിലേക്ക് നയിച്ചത്, ആ സാഹചര്യങ്ങളെ പറ്റി നമുക്കൊന്ന് ബ്രീഫ് ഓവർവ്യൂ നടത്തിയിട്ട് ഒരു കഥ പോലെ, ഒരു സ്റ്റോറി ലൈൻ പോലെ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എന്താണ് ഈ ഓർഗനൈസേഷൻ എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഇൻ്റർനാഷണൽ ട്രേഡ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1850s ശേഷമാണ് ഫ്ലറിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഫസ്റ്റ് എസെൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ നമ്മൾ കാണുന്നത് 1870s എസെൻസ് ഓഫ് ആദ്യത്തെ ഗ്ലോബലൈസേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടത്തുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. കൂടുതൽ ഇന്നത്തെ ഒരു രീതിയിൽ, അതായത് നമ്മൾ ആദ്യം ഫോളോ ചെയ്തിരുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള ട്രേഡ് കണ്ടക്ട് ചെയ്തത് 1870s തൊട്ട് 1915 വരെയാണ്. സോ ആദ്യത്തെ ഫോളോ ചെയ്തിരുന്ന ആ മെക്കാനിസം ഇൻ്റർനാഷണൽ ട്രേഡിൽ നമുക്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാം. എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്? എപ്പോഴും ഓർക്കണം, നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രധാന ഇഷ്യൂ ഒരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്നും ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടത് അവരുടെ കറൻസിയിലാണ്. സോ US ഡോളറിൽ പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ ഇന്ത്യൻ റുപ്പിയെ നമ്മൾ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ആദ്യത്തെ സ്റ്റേജുകളിൽ നമ്മളിപ്പോൾ ഈ 1850s മുമ്പുള്ള സ്റ്റേജുകൾ പറയുകയാണെങ്കിൽ ബാർട്ടർ സിസ്റ്റമൊക്കെയാണ് ഫോളോ ചെയ്തിരുന്നത്. ഗുഡ്സ് കൊടുക്കുന്നു, മറ്റൊരു ഗുഡ്സ് വാങ്ങുന്നു. ആ ഒരു സിസ്റ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഇവോൾവ് ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ട് ആദ്യമായിട്ട് ഫോളോ ചെയ്തത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണെന്ന് പറയാം. ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ കറൻസിയെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ആ ഗോൾഡ് എത്രയാണോ അവരുടെ കറൻസിയിലേക്ക് വരുന്നത്, ലൈക്ക് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ഔൺസ് ഗോൾഡിന് ഇന്ത്യൻ റുപ്പീസ് 15 ആണെന്ന് വിചാരിക്കുക, 15 രൂപ. അതേ ഒരു ഔൺസ് ഗോൾഡിന് US ഡോളർ വരുന്നത് $1 ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു ഡോളറിന് ഈക്വലാണ് 15 ഇന്ത്യൻ റുപ്പീസ്. ഈ ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഫോളോ ചെയ്തിരുന്ന കറൻസി കൺവെർഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ആസ് ഐ സെഡ് 1870s തൊട്ട് 1915 വരെ ഫോളോ ചെയ്ത മെക്കാനിസം അല്ലെങ്കിൽ ഒരു ഫോളോ ചെയ്ത സിസ്റ്റം എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. പക്ഷേ 1915 എന്ത് സംഭവിച്ചു? ഗോൾഡ് സ്റ്റാൻഡേർഡ് അവിടെ കൊളാപ്സ്ഡ് ആയതായിട്ട് പറയാം, അല്ലെങ്കിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് അതോടുകൂടി ഇല്ലാതാവുകയാണ്. ബിക്കോസ് ഫസ്റ്റ് വേൾഡ് വാർ ഹാപ്പൻ ചെയ്തപ്പോൾ ആരും തന്നെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടണമെങ്കിൽ കറൻസി കൺവേർട്ട് ചെയ്യണം. കറൻസി കൺവേർഷന് പോകാതെ വെപ്പൺസ് മാക്സിമം വാങ്ങിച്ചു കൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. മാസ് വെപ്പണൈസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ആ കറൻസി കൺവേർഷൻ ഹാപ്പൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആസ് എ മീഡിയം കൊളാപ്സ്ഡ് ആവുന്നു. അതിനുശേഷം ഇൻ്റർനാഷണൽ ബിസിനസ്സും ഓൾമോസ്റ്റ് 0 ലെവലിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് വേൾഡ് വാർ കഴിയുന്നു. 1990 ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോൾ വേൾഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡ് ഫേസ് ചെയ്ത ഒരു വലിയ ഡിപ്രഷൻ നമുക്ക് കാണാം. 1929-30 ഗ്രേറ്റ് ഡിപ്രഷൻ. എന്തുകൊണ്ടാണ്? ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ വേൾഡ് ഫ്ലറിഷ് ചെയ്യൂ, റിലേഷൻസ് ബെറ്റർ ആകും. സോ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നു, ഗ്ലോബ് തന്നെ 2 ചേരിയായിട്ട് തിരിയപ്പെട്ടിരിക്കുകയാണ്. നല്ല ട്രേഡ് റിലേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വേൾഡ് വൈഡായിട്ട് ഏറ്റവും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, ഇക്കണോമിക് ഡിപ്രഷനാണ് നമ്മൾ 1930s കാണുന്നത്. സോ 1930s എൻഡ് ആകുമ്പോഴേക്കും നമുക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ എൻഡ് ചെയ്യുമ്പോൾ തന്നെ ഇനിയൊരു വാർ ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 1930s എൻഡ് ആകുമ്പോൾ നമ്മൾ കണ്ടത് സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 1939 തൊട്ട് 1945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈം. ഈ സെക്കൻഡ് വേൾഡ് വാർ നടക്കുമ്പോൾ നമ്മൾ കണ്ടത് എത്രമാത്രം നഷ്ടമാണ് വാർ വഴി സംഭവിക്കുന്നതെന്നാണ്.
ലോകം മൊത്തം ഒരു രാജ്യവും നേടിയവരായിട്ട് പറയാൻ സാധിക്കില്ല. നമ്മൾ യു എസിനെ എപ്പോഴും പറയും, യു എസ് ആണ് ആ ഒരു വാറിന് ശേഷം ഏറ്റവും കൂടുതൽ ഇവോൾവ് ചെയ്തതെന്നൊക്കെ പറയാം. ഈവൻ ദോ വാർ വരുത്തി വയ്ക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് അത്രയും വലുതായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഇനിയൊരു വേൾഡ് വാർ ഉണ്ടാകരുത്. വേൾഡ് വാർ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നല്ല ഇക്കണോമിക് ടൈസ് വേണം. രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണം. രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവണമെങ്കിൽ നല്ല ഓർഗനൈസേഷൻസ് ഉണ്ടാകണം. അതായത് ഇവരെ ഒരുമിച്ച് നിർത്താൻ സാധിക്കുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ പ്രാധാന്യമുണ്ട്, ഓർഗനൈസേഷൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഗ്ലോബ് മൊത്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ സ്റ്റേജാണ്, അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കാണുമ്പോഴാണ്. അപ്പോൾ 1943 തന്നെ, സെക്കൻഡ് വേൾഡ് വാർ ഏതാണ്ട് 1943 തന്നെ എൻഡ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈവൻ ദോ 2 വർഷവും കൂടി അതിൻ്റെ ആ വാർ കണ്ടിന്യൂ ചെയ്തതായിട്ടും, ആൻഡ് 1945 ഓഗസ്റ്റ് 6 ഹിറോഷിമയിലും ഓഗസ്റ്റ് 9 നാഗാസാക്കിയിലും 2 ആറ്റം ബോംബ് ഇട്ടുകൊണ്ടാണ് ആ വാറ് എൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും വാർ ഏതായാലും ഡിസൈഡ് ചെയ്യപ്പെട്ടത് 1943 ആകുമ്പോൾ തന്നെയാണ്. വാറിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ മനസ്സിലായി, ഇനിയും വാറുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല, അല്ലെങ്കിൽ ഏത് ചേരിയാണ് ജയിക്കുന്നതെന്ന് തീരുമാനമാകുന്നത് 1943 തന്നെയാണ്. അപ്പോൾ 1943 വെച്ച് തന്നെ ഇനിയൊരു വാർ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ബെറ്റർ ഇക്കണോമിക് ടൈസ് വേണം, ബെറ്റർ ഇൻ്റർനാഷണൽ ട്രേഡ് ഹാപ്പൻ ചെയ്യണം. അതിനുവേണ്ടി ബെറ്റർ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വേണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി മുന്നോട്ടിറങ്ങിയ 2 വ്യക്തികളാണ്, നിങ്ങൾ ഓർക്കണം. ഒന്ന് കെയ്ൻസ്, ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്, JM കെയ്ൻസ്. കെനീഷ്യൻ തിയറിയൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാകാം. ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് തിയറിയാണ് കെനീഷ്യൻ തിയറി. JM കെയ്ൻസും അതേപോലെ HD വൈറ്റ് ആണ്, 2 ഇൻഡിവിജ്വൽസ്. HD വൈറ്റ് 2 പ്രോമിനൻ്റ് ഇക്കണോമിക്സ്റ്റാണ്. അവർ ചേർന്നുകൊണ്ട് അവരാണ് ലീഡ് ചെയ്തത്. ദേ കണ്ടക്റ്റഡ് എ കോൺഫറൻസ്. ആ കോൺഫറൻസ് ആണ് ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് അറിയപ്പെടുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ കണ്ടക്ട് ചെയ്യപ്പെട്ട കോൺഫറൻസിനെയാണ് ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് നടക്കുന്നത് 1944 ഈ കോൺഫറൻസിൽ ആക്ച്വലി ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഇക്കണോമിക് ടൈസ് ആവശ്യമാണ്. ഇൻ്റർനാഷണൽ ട്രേഡിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കണം, വേൾഡ് കുറച്ചുകൂടി ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റണമെങ്കിൽ നല്ല ഓർഗനൈസേഷൻസ് വേണമെന്നുള്ള ഡിസിഷൻ എടുത്തായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ കോൺഫറൻസിൻ്റെ റിസൾട്ടായിട്ട് 3 ഓർഗനൈസേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സജസ്റ്റ് ചെയ്തിരുന്നു. ആ 3 ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് അവർ സജസ്റ്റ് ചെയ്തത്, ഞാനിവിടെ എഴുതുവാണ്, നോക്കുക. ഒന്നാമത്തെ ഓർഗനൈസേഷൻ ഒരു ഫണ്ടാണ്, IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ആദ്യം ഈ ബ്രെട്ടൺ വുഡ് കോൺഫറൻസിൻ്റെ റിസൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് തീരുമാനമെടുത്ത ആദ്യത്തെ ബോഡി എന്ന് പറയുന്ന ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമതായിട്ട് ദെയർ വാസ് എ പ്രപ്പോസൽ ടു ക്രിയേറ്റ് IBRD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ആൻഡ് ബേസിക്കലി സെക്കൻഡ് വേൾഡ് വാറിൽ തകർന്ന ഇക്കോണമീസിനെ തിരിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടിയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ടാണ് IBRD ക്രിയേറ്റ് ചെയ്തത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് IBRDയുടെ ഫംഗ്ഷനായിട്ട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ദെയർ വാസ് എ പ്രപ്പോസൽ ടു ക്രിയേറ്റ് എൻ ITO ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2 ഓർഗനൈസേഷൻസും IMFും IBRDയും നിലവിൽ വന്നു. പക്ഷേ ITO ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരാതെ പോയി. ചില രാജ്യങ്ങളുടെ താല്പര്യപ്രകാരം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടി ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ അന്ന് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ചില സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ഒരു ഓർഗനൈസേഷൻ നിലവിൽ വന്നില്ല. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ നിലവിൽ വരാതിരുന്നത് കൊണ്ട് 1944 പറയുന്നത്, 44 ശേഷം ഒരു ഓർഗനൈസേഷൻ ഇല്ല. ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷൻ ഇല്ല. അതിനുവേണ്ടി ചില രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, അന്ന് 26 രാജ്യങ്ങളാണ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ആ എഗ്രിമെൻ്റാണ് 1947 സൈൻ ചെയ്ത GATT എഗ്രിമെൻറ്റ്, ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ, സോ ഈ GATT എഗ്രിമെൻ്റാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ആബ്സെൻസിൽ, ഒരു ഓർഗനൈസേഷൻ ഇല്ല എന്നുള്ള ആ സിറ്റുവേഷൻ വച്ചുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് എന്നുള്ളൊരു രീതി നിലനിന്നിരുന്നത്. സോ 26 നേഷൻസാണ് ആ ടൈമിൽ സൈൻ ചെയ്തത്. ആൻഡ് ഏതാണ്ട് 1995 ആകുമ്പോൾ ഓൾമോസ്റ്റ് 127 മെമ്പർ കൺട്രീസ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരുന്നു. എഗ്രിമെൻ്റ് എന്താണ്? ഇതൊരു ഓർഗനൈസേഷൻ അല്ല, ഇൻ്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ടാരിഫ് ആൻഡ് ട്രേഡ് സൈൻ ചെയ്യപ്പെട്ടത്.
സോ 1947 ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നു. പിന്നീട് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ആബ്സെൻസിൽ, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് അണ്ടർലൈൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു, GATT. സോ ഗുഡ്സുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഗുഡ്സുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ ഈ എഗ്രിമെൻറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. പക്ഷേ ഇതൊരു ഓർഗനൈസേഷൻ അല്ല, എഗ്രിമെൻറ്റ് മാത്രമാണ്. എന്താണോ അവിടെ എഴുതിയിരിക്കുന്നത് അതിന്മേൽ മാത്രമായിരിക്കും അവിടെ ഉടമ്പടി ഉണ്ടാകുക. ഓർഗനൈസേഷൻ ആണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും പുതിയ പുതിയ എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യാനും സാധിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായി കണ്ടുകൊണ്ട് പിന്നീട് നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വരുന്നു. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. സർവീസസ് വരുന്നു. സർവീസസുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. ഇൻവെസ്റ്റ്മെൻറ്റ്, രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു, റൈറ്റ്? FDI പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ്മെൻറ്റ്സ് സംഭവിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു എഗ്രിമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നു. ഇത്തരം സാഹചര്യങ്ങളെ മീറ്റ് ചെയ്യാൻ GATT എന്ന് പറയുന്ന എഗ്രിമെൻറ്റിന് മാത്രമായിട്ട് സാധിക്കാതെ പോകുന്നു. അപ്പോൾ GATTുമായി ബന്ധപ്പെട്ട് അന്ന് ഒരു ബേസിക് എഗ്രിമെൻ്റായിട്ട് നിലനിൽക്കുകയും ഏതാണ്ട് 7 റൗണ്ട് ഓഫ് നെഗോഷിയേഷൻ GATTിനകത്ത് തന്നെ നടന്നിട്ടുണ്ട്. 7 തവണ സമ്മിറ്റുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. 8ാമത്തെ റൗണ്ട് ഓഫ് നെഗോഷിയേഷനെയാണ് നമ്മൾ ഉറുഗ്വേ റൗണ്ട് എന്ന് പറയുന്നത്. ഉറുഗ്വേ റൗണ്ട്, ഓക്കെ, ഉറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻ. ഈ ഉറുഗ്വേ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസിൽ വെച്ചിട്ട് ഉറുഗ്വേ റൗണ്ട് വരുന്ന ടൈം പീരീഡും കൂടി ഒന്ന് പറഞ്ഞേക്കാം. സ്റ്റാർട്ട് ചെയ്തത് 1987 എൻഡ് ചെയ്യുന്നത് 1994 ഡിസംബർ 31 1995 എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത്രയും നാൾ ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന ഒരു എഗ്രിമെൻ്റാണ് ഉറുഗ്വേ റൗണ്ട്. ഈ ഉറുഗ്വേ റൗണ്ട് എഗ്രിമെൻ്റ് അല്ല, ഇറ്റ്സ് എ സമ്മിറ്റ്, റൈറ്റ്? ഇതൊരു സമ്മിറ്റ് ആയിരുന്നു. ഈ സമ്മിറ്റിൻ്റെ റിസൾട്ടായിട്ട് ഡിസംബർ 14, 1994 ദേ സൈൻഡ് ആൻ എഗ്രിമെൻറ്റ്, മറാക്കേഷ് എഗ്രിമെൻ്റ് എന്ന് പറയും. ഈ മറാക്കേഷ് എഗ്രിമെൻ്റ് പ്രകാരമാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ് 1995 ജാനുവരി 1 നിലവിൽ വരുന്നത്. ഈ 1995 തൊട്ട് പിന്നെ അങ്ങോട്ട് ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ബേസിക് ഓർഗനൈസേഷൻ, അപ്പെക്സ് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. സോ ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പറഞ്ഞൊരു കാര്യം ഓർക്കുക. ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഫ്രെയിം ചെയ്തു, എങ്ങനെ മുന്നോട്ട് വന്നു എന്നൊക്കെയാണ്. പക്ഷേ അവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇൻ്റർനാഷണൽ ട്രേഡിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മോണിറ്ററി സിസ്റ്റമാണ്, കറൻസി കൺവേർഷനാണ്. ഒരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു. അത് ഇനീഷ്യൽ സ്റ്റേജ് ചെയ്തിരുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് വഴിയാണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടാണ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫെയിലായി. ഫസ്റ്റ് വേൾഡ് വാർ സംഭവിച്ചപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് പിന്നീട് നിലനിന്നില്ല. അതിനുശേഷം ഇൻ്റർവാർ പീരീഡ്, ഫസ്റ്റ് വേൾഡ് വാറിനും സെക്കൻഡ് വേൾഡ് വാറിനും ഇടയിൽ നടന്ന ടൈം പീരീഡ് ഗ്രേറ്റ് ഡിപ്രഷനാണ് സംഭവിച്ചത്. ട്രേഡ് വാസ് ഓൾമോസ്റ്റ് സീറോ. ട്രേഡ് ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് വേൾഡ് പോയത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് ശേഷം ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ റിസൾട്ടായിട്ട് ദേ എഗ്രീഡ് എ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം. ഇറ്റ് ഈസ് കോൾഡ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിന് ശേഷമാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയും. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, അതായത് ഒരു കറൻസിയെ നമ്മൾ ആദ്യം ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള കറൻസി ആയിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യത്തിൻ്റെ കറൻസി അംഗീകരിച്ചു. അതായത് US ഡോളറിനെ അംഗീകരിക്കുന്നു. US ഡോളർ ഏറ്റവും സ്റ്റേബിൾ കറൻസി ആയിട്ട് നിലനിർത്തുമെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എഗ്രി ചെയ്തിരുന്നു. ഓക്കെ, സോ അന്ന് എഗ്രി ചെയ്ത ഈ കാര്യം US ഡോളർ അതേ റേറ്റ് നിലനിർത്തുമെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിങ്ങൾ കുറച്ച് ഇക്കണോമിക്സിൻ്റെ കൺസെപ്റ്റുകൾ ഓർക്കണം. അതായത് ഒരു കറൻസിയുടെ മൂല്യം രാജ്യമായിട്ട് ഇൻ്റർവീൻ ചെയ്ത് മാറ്റാറുണ്ട്. നമ്മളതിനെ മോണിറ്ററി പോളിസി എന്ന് പറയും, റൈറ്റ്? ആ രാജ്യത്തിൻ്റെ മോണിറ്ററി പോളിസി ചെയ്യുന്നത് എന്താണ്? കറൻസി സർക്കുലേഷനിലുള്ളത് കൺട്രോൾ ചെയ്യുന്നു. അതുവഴി ഇൻഫ്ലേഷണറി ആൻഡ് ഡീഫ്ലേഷണറി പ്രഷേഴ്സിൽ നിന്നും കറൻസിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അമേരിക്ക എഗ്രി ചെയ്തിരുന്നത് അമേരിക്ക മോണിറ്ററി പോളിസി ഉപയോഗിക്കില്ല എന്നാണ്. അമേരിക്ക മോണിറ്ററി പോളിസി ഉപയോഗിക്കേണ്ട കാര്യമില്ല, ബിക്കോസ് നമ്മുടെ കറൻസി ഏറ്റവും സ്റ്റേബിൾ കറൻസിയാണ് എന്ന് അന്ന് എഗ്രി ചെയ്തിരുന്നു. അതുപ്രകാരമാണ് US ഡോളറിനെ ബേസ് കറൻസി ആയിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഉപയോഗിച്ചത്. അതാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം. നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം US ഡോളർ വാങ്ങുക. US ഡോളർ വാങ്ങിയിട്ട് US ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്ന ഒരു രീതിയാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന റെജീം എന്ന് പറയുന്ന ആ ഒരു
കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 1944-45 തൊട്ട് 1971 വരെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിരുന്നു, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം. പക്ഷേ 1971 US പ്ലാൻ ഫെയിലായി. ബിക്കോസ് അവർ എഗ്രി ചെയ്തിരുന്നൊരു കാര്യമുണ്ടല്ലോ, അവരുടെ കറൻസിയിൽ മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യില്ല. അതായത് അവരുടെ കറൻസി മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയാണ്, അതുകൊണ്ട് മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം വരില്ല എന്ന് വിചാരിച്ചിരുന്ന ആ രാജ്യം ഒരു വാറിൽ പങ്കെടുക്കുകയും വാറിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടുകയും ചെയ്തു. 1960s ഒരു പ്രശ്നം നടക്കുകയും ആ വാറുമായി ബന്ധപ്പെട്ട്, നമുക്ക് പൊളിറ്റിക്കൽ സൈഡിലേക്ക് പോകേണ്ട കാര്യമില്ല, വാറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സോൾജേഴ്സ് ഒരുപാട് പേര് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ സംഭവിച്ചത് അമേരിക്കയിൽ ഒരു സിവിൽ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ. അതായത് മറ്റൊരു രാജ്യത്തെ വാറിൽ, സ്വന്തം വാറിലല്ല, വേറെ ഇപ്പോൾ നമ്മൾ കോൾഡ് വാർ സിറ്റുവേഷൻ എന്നൊക്കെ പറയും. കോൾഡ് വാർ അറിയാമല്ലോ, 1945 തൊട്ട് 1991 വരെ വരുന്ന ടൈം പീരീഡിൽ ലോകത്ത് എവിടെ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായാലും അവിടെ രണ്ട് ചേരികളായിട്ട് തിരിയും. ഒന്നൊരു സോഷ്യലിസ്റ്റ് ബ്ലോക്കും ഒന്ന് ഒരു ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യപ്പെടും. അതായത് ഒരെണ്ണത്തിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്യും, ഒരെണ്ണത്തിനെ USSR സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രൈസിസ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാറുണ്ടായപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് USSRഉം അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയുമാണ് വന്നിരുന്നത്. അതേപോലെ ഇപ്പോൾ വിയറ്റ്നാം ക്രൈസിസ്, ഇവിടെയൊക്കെ നമ്മൾ ഇത് കാണാൻ സാധിക്കും. ഈ രണ്ട് ഡിവിഷൻ, ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് USA ഓടിയെത്തും. അപ്പോൾ USAക്ക് ആക്ച്വലി എല്ലായിടത്തും വിജയം കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ സംഭവിച്ചത് വിയറ്റ്നാം വാറുമായി ബന്ധപ്പെട്ട് ഗൊറില്ല വാർഫെയറിനെ പറ്റിയൊന്നും വ്യക്തമായ ധാരണ US-നുണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവിച്ചത് ഇവരുടെ സൈനികർ ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു, ഒരു രാജ്യത്ത് സൈന്യം തോക്കുവാണ് എന്നുള്ള വാർത്ത പതുക്കെ പുറത്തായപ്പോൾ സിവിൽ അൺട്രസ്റ്റ് ഉണ്ടാകുന്നു, രാജ്യത്തൊരു ഭയം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, നമ്മളുടെ രാജ്യം തോക്കുവാണ് എന്നൊരു ഫീല് വന്നപ്പോൾ ആളുകൾ പതുക്കെ സിവിൽ ഡിസ്റ്റർബൻസസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് $, ഇൻവെസ്റ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ US-ൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം വിഡ്രോ ചെയ്യപ്പെട്ടു. ഒരു രാജ്യത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പതുക്കെ വിഡ്രോ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കറൻസിക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ മോണിറ്ററി പോളിസി പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആയിരുന്നു. നിക്സൺ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തു മോണിറ്ററി പോളിസി യൂസ് ചെയ്യാൻ. 1971 അമേരിക്ക മോണിറ്ററി പോളിസി യൂസ് ചെയ്തുകൊണ്ട് അവരുടെ കറൻസിയെ ഡീവാല്യൂ ചെയ്തു. അങ്ങനെ കറൻസി ഡീവാല്യൂ ചെയ്തപ്പോൾ സംഭവിച്ചത് മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ ഡോളറിൻ്റെ വാല്യൂ നഷ്ടപ്പെടുകയാണ്. ഒരു കറൻസിയുടെ മൂല്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കറൻസി പിന്നെ വാങ്ങാൻ തയ്യാറാവും. ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടണമെങ്കിൽ ഒരു ബേസ് കറൻസി ആയിട്ടൊന്ന് നിലനിന്നിരുന്നത് $, ആയിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം, ഈ ഒരു ടൈം ഫ്രെയിം എത്തിയപ്പോൾ സംഭവിച്ചത് ഈ കറൻസിയുടെ മൂല്യം കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ആരും തന്നെ $, കറൻസി കൺവേർട്ട് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ തയ്യാറാവാത്തപ്പോൾ എന്ത് സംഭവിച്ചു? വീണ്ടും ഒരു ക്രൈസിസ്, മോണിറ്ററി സിസ്റ്റത്തിൽ കറൻസി കൺവേർഷനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ക്രൈസിസ് ഹാപ്പൻ ചെയ്തു. അതിനെയാണ് ആ ക്രൈസിസിനെ റിസോൾവ് ചെയ്തത് പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയും. ഇത് ബ്രിട്ടൻ വുഡ് സിസ്റ്റം 1944 തൊട്ട് 1971 വരെ വരുന്ന ടൈം പീരീഡിൽ $, കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെക്കാനിസത്തെ ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയും. അതിന് ശേഷം 1971 ശേഷമുള്ള ടൈം പീരീഡിനെ പോസ്റ്റ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം എന്ന് പറയും. അതായത് ബ്രിട്ടൻ വുഡ് സിസ്റ്റം അതോടുകൂടി ഇല്ലാതാകുന്നു. പിന്നെ അങ്ങോട്ടേക്ക് മറ്റൊരു കൺസെപ്റ്റ് വരുന്നു. അതായത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീമിൽ ഒരു കറൻസിയിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഇവിടെ സംഭവിക്കുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്, ഓർ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയും. ഇത് അടുത്തതായിട്ട് 1971 ശേഷം നമ്മൾ കാണുന്ന എക്സ്ചേഞ്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് ഓർ യു ക്യാൻ സേ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയും. ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പല കറൻസീസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റാണ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നത്. അതായത് നമ്മളിവിടെ $, എന്നുള്ള ബേസ് മാറ്റിയിട്ട് മറ്റ് ഫ്ലെക്സിബിൾ കറൻസീസിലേക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ചെയ്യാവുന്നൊരു മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ലൈക്ക് അതിൻ്റെ ഒരു ബേസ് ആയത് വേണമെങ്കിൽ SDR ആണെന്ന് പറയാം. SDRനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. SDR IMFനെ പറ്റി പറയുമ്പോൾ SDRനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. SDR എന്ന് പറയുന്ന IMFൻ്റെ ഒരു കറൻസി ബാസ്ക്കറ്റാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കറൻസിയുടെ ഒരു കോമ്പിനേഷനാണ് SDRനകത്ത് വരിക. അത്തരം ഒരു കറൻസിയിലേക്ക്, അല്ലെങ്കിൽ അതായത് ഒരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം സ്റ്റേബിൾ ആയിട്ടുള്ള പല കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു രീതി, ആ മെക്കാനിസമാണ് പിന്നീട് എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, സോ ഈ ഒരു അവെയർനെസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആൻഡ് അൾട്ടിമേറ്റ്ലി 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട വരെയുള്ള ആ ഒരു ഹിസ്റ്ററി മനസ്സിൽ വെച്ചോളുക. അവിടെ നിന്ന് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ഒരു ഫേസിൽ നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു
ഒരു സ്റ്റോറി ലൈൻ എങ്ങനെയാണ് ഇത് ഇവോൾവ് ചെയ്തതെന്നുള്ളൊരു സ്റ്റോറി ലൈനാണ് പറഞ്ഞത്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയാണ്. സോ വാട്ട് ഈസ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? ഓൾറെഡി ഞാൻ പറഞ്ഞു 1944 ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കാതെ പോയി. പിന്നീട് GATT ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അതായിരുന്നു ബേസിക് എഗ്രിമെൻ്റ് ആയിട്ട് ആക്ട് ചെയ്തത്. ഇൻ്റർനാഷണൽ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബേസിക് എഗ്രിമെൻ്റ് എന്നുള്ള രീതിയിൽ GATT നിലനിന്നിരുന്നത്. പക്ഷേ GATT എന്ന് പറയുന്ന ഈ എഗ്രിമെൻറ്റിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇവിടെ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തിന് പുറത്തു നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ദീർഘമായിട്ടുള്ള ഒരുപാട് കാലം നിൽക്കുന്ന സമ്മിറ്റുകൾ പലപ്പോഴായിട്ട് കണ്ടക്ട് ചെയ്യേണ്ടി വന്നു. ലൈക്ക് നമ്മളിപ്പോൾ ഉറുഗ്വേ റൗണ്ടിൻ്റെ തന്നെ ലാപ്സ് ടൈം എത്രമാത്രം നടന്നു എന്ന് നമ്മൾ പറഞ്ഞു. 8.5 വർഷത്തോളമാണ് ഉറുഗ്വേ റൗണ്ട് നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആ ഡോക്യുമെൻറ്റിന് പുറത്തു നിന്നുള്ള ചർച്ചകൾക്കൊക്കെ വേണ്ടി ഒരുപാട് ടൈം ലാപ്സ് വരുന്നു. ഡോക്യുമെൻ്റ് പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ ഒന്നും തന്നെ തീരുമാനിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാമാണ് അൾട്ടിമേറ്റ്ലി 1995 ഒരു അപ്പെക്സ് ബോഡി ക്രിയേറ്റ് ചെയ്യാൻ കാരണമായത്. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർക്ക് കൂടുതൽ പവേഴ്സ് ഉണ്ടാകും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കൂടുതൽ മാൻഡേറ്ററി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇത്തരമൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. Okay, so World Trade Organization is an intergovernmental organization that regulates and facilitates international trade. International ട്രേഡിൻ്റെ ഒരു റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബേസിക് ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ പറയാം. രാജ്യങ്ങൾക്കിടയിൽ ഇതിനു വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക. അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഇറ്റ്സ് എസെൻഷ്യലി എ ഗ്ലോബൽ പോലീസ്മാൻ ഓഫ് ട്രേഡ്, സെറ്റിംഗ് ദി റൂൾസ് ആൻഡ് ഹൗ കൺട്രീസ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. സോ എങ്ങനെയായിരിക്കണം ഈ ട്രേഡ് കണ്ടക്ട് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ബേസിക് റൂൾസ് സെറ്റ് ചെയ്യുക. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞ ഒരു റോഡ് മാപ്പ് ഉണ്ട്, എങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലേക്ക് എത്തിപ്പെടുന്നത്. ഒന്ന് ബ്രീഫ്ലി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിനെ പറ്റി ഓർക്കുക. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഇനിയൊരു വേൾഡ് വാർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബെറ്റർ ഇക്കണോമിക് ടൈസ് വേണം. അങ്ങനെ ബെറ്റർ ഇക്കണോമിക് ടൈസ് വേണമെങ്കിൽ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം, റൈറ്റ്? അതിനുവേണ്ടി നല്ല ഓർഗനൈസേഷൻസ് വേണം. ആ ഒരു ലക്ഷ്യത്തിലാണ് ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. വൈൽ ദി പ്രൈമർലി ഫോക്കസ് ഓൺ എസ്റ്റാബ്ലിഷിംഗ് ദി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് വേൾഡ് ബാങ്ക്, ദി കോൺഫറൻസ് ഓൾസോ ലേഡ് ദി ഗ്രൗണ്ട് വർക്ക് ഫോർ ഇന്റർനാഷണൽ ഇക്കണോമിക് കോപ്പറേഷൻ ഇൻക്ലൂഡിംഗ് ട്രേഡ്. സോ ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ഒരു കോൺഫറൻസിൻ്റെ റിസൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 2 ബോഡീസാണ്. ഒന്ന് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആൻഡ് രണ്ടാമതായിട്ട് IBRD, വേൾഡ് ബാങ്ക് എന്ന് പറയാം, IBRD. സോ ഈ 2 ബോഡീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവയാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൊപ്പൗണ്ടേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസും അതേപോലെ HD വൈറ്റുമാണ്. സോ ഇവരുടെ പേരൊക്കെ ഓർത്തേക്കുക. ആൻഡ് ഈ ഒരു കോൺഫറൻസ് ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേജ്. ഇവിടെ വച്ചിട്ടാണ് ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസിൻ്റെ ആവശ്യകത ഉണ്ടെന്നും ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് യു അവരൊരു ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ പ്രപ്പോസ് ചെയ്തിരുന്നു, നടക്കാതെ പോയതാണ്. അത് ITO എന്ന് പറയും, ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നില്ല. ദെൻ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചതിന് ശേഷം പിന്നെ സംഭവിക്കുന്നത് എന്താണ്? 1947 ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് ദേ സൈൻഡ് ആൻ എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻ്റ് ആണ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഓക്കെ, സോ ദിസ് വാസ് ദി ഇനീഷ്യൽ അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ്. രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു GATT സൈൻ ചെയ്യൽ. ഓക്കെ, സോ ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ ഫ്രെയിം വർക്ക് ഫോർ മൾട്ടിലാറ്ററൽ ട്രേഡ് നെഗോഷിയേഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ്. രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് ബെറ്ററായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഫ്രെയിം വർക്ക് ആൻഡ് അവർക്കിടയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക. ട്രേഡുമായി ബന്ധപ്പെട്ട് താരിഫ് ബാരിയേഴ്സും അതേപോലെ നോൺ താരിഫ് ബാരിയേഴ്സും ഒക്കെ രാജ്യങ്ങൾ ഇമ്പോസ് ചെയ്യാറുണ്ട്. അത്തരം ബാരിയേഴ്സ് കുറച്ചുകൊണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡ് ഫ്ലറിഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ബേസിക് എഗ്രിമെൻ്റ് ആയിരുന്നു GATT. ഓക്കെ, ദെൻ GATT വാസ് സക്സസ്ഫുൾ ഇൻ റെഡ്യൂസിങ് താരിഫ് ബട്ട് ഫേസ്ഡ് ചാലഞ്ചസ് ഇൻ അഡ്രസ്സിങ് ന്യൂ ഏരിയാസ് ലൈക്ക് സർവീസസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അഗ്രികൾച്ചർ. അതായത് GATT പ്രകാരം നമ്മൾ ഗുഡ്സിനെ പറ്റിയാണ് പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഗുഡ്സ് മാത്രമല്ല, ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ടേമുകൾ വരുന്നുണ്ട്, ലൈക്ക് സർവീസസ്. അപ്പോൾ നമുക്ക് അഡീഷണലി ഒരു എഗ്രിമെൻറ്റ് വേണം. അങ്ങനെ GATT സൈൻ ചെയ്തു, ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. അതേപോലെ പിന്നീട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വന്നു. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് എഗ്രിമെൻറ്റ് വേണം. അവിടെയാണ് ട്രിപ്സ് സൈൻ ചെയ്യുന്നത്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മെഷേഴ്സ്.
ഓക്കെ. ദെൻ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ FDI പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ അതിനുവേണ്ടി സൈൻ ചെയ്ത എഗ്രിമെൻ്റാണ് ട്രിംസ്, ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ്. ദെൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടൊരു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വേണം. അതിനുവേണ്ടി AOA സൈൻ ചെയ്യുന്നു, എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ. സോ ഇത്തരം ഇഷ്യൂസാണ് എന്ത് ഫേസ് ചെയ്തത്, ഗ്യാറ്റ് ഫേസ് ചെയ്തത്. ഗ്യാറ്റിനെ സംബന്ധിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് ഗുഡ്സുമായി ബന്ധപ്പെട്ടൊരു ബേസിക് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ പതുക്കെ പതുക്കെ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നില്ല. അതിൻ്റെ പുതിയ ഏരിയാസിലേക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ഉയർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർവീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയിലൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ആർക്ക് സാധിച്ചില്ല? ഗ്യാറ്റ് എന്ന് പറയുന്ന എഗ്രിമെൻറ്റ് മാത്രം കൊണ്ട് സാധിച്ചില്ല. അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിച്ചു? ദെയർ വാസ് എൻ നമ്പർ ഓഫ് നെഗോഷിയേഷൻസ് വിത്തിൻ ഗ്യാറ്റിനകത്ത് തന്നെ ഡിഫറെൻറ്റ് റൗണ്ട് ഓഫ് കോൺഫറൻസസ് നടന്നു. 1960s and 1970s ഇൻക്രീസിങ് പ്രൊട്ടക്ഷനിസം ആൻഡ് ട്രേഡ് ഡിസ്പ്യൂട്ട് ഹൈലൈറ്റ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഗ്യാറ്റ്. രാജ്യങ്ങൾ പ്രൊട്ടക്ഷനിസം യൂസ് ചെയ്യുന്നു. എന്താണ് ഈ പ്രൊട്ടക്ഷനിസം? നമ്മളുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മളുടെ ഇക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനു വേണ്ടി ഒരുപാട് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഫോറിൻ ഗുഡ്സ് നമ്മളുടെ ഗുഡ്സിലുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫോറിൻ ഗുഡ്സ് ക്വാളിറ്റി ഉള്ള ഗുഡ്സ് ആണെങ്കിൽ നമ്മളുടെ ഗുഡ്സിന് സെയിൽസ് കുറയ്ക്കാനത് കാരണമാകും, നമ്മളുടെ മാനുഫാക്ചേഴ്സിനെ അത് അഫക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കൊണ്ടുവരുന്നു. ലൈക്ക് അഡീഷണൽ ടാക്സസ് ഇമ്പോസ് ചെയ്യുന്നു, അതേപോലെ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നു. ഇതെല്ലാം 1960s 70s നമുക്ക് കാണാം. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ MRTP ആക്ട് പാസ്സാക്കുന്നു, മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, ഒരു ബ്ലാക്ക് ആക്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ട് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ട്രേഡിനെ തടയുകയാണ് ചെയ്യുന്നത്. ട്രേഡിനെ തടഞ്ഞുകൊണ്ട് നമ്മളുടെ ഇക്കോണമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്യാറ്റിൻ്റെ ലിമിറ്റേഷൻ എടുത്തു കാണിച്ച സിറ്റുവേഷനാണ്. ഓക്കെ. ദെൻ അൾട്ടിമേറ്റ്ലി 8ാമത്തെ റൗണ്ട് ഓഫ് നെഗോഷിയേഷൻ ദാറ്റ് വാസ് ഇൻ 1986 തൊട്ട് 1994 വരെയാണ് ടൈം പീരീഡ് വരുന്നത്. ഞാൻ 87 എന്നാണ് മുമ്പ് പറഞ്ഞത്, ഒന്ന് ഓർത്തേക്കുക. 86 തൊട്ട് 1994 വരെ അതായിരുന്നു ഉറുഗ്വേ റൗണ്ട് വരുന്നത്. സോ ദിസ് വാസ് ദി മോസ്റ്റ് അംബീഷ്യസ് ട്രേഡ് നെഗോഷിയേഷൻ അണ്ടർ ഗ്യാറ്റിൻ്റെ കീഴിലുള്ള ഏറ്റവും ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നേടിയൊരു നെഗോഷിയേഷൻ എന്ന് പറയാം. ബിക്കോസ് ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഒരു ആഫ്റ്റർ റിസൾട്ടായിട്ടാണ് നമ്മൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ടൈം ടു അഡ്രസ് ദി ചാലഞ്ചസ് ഓഫ് ഗ്ലോബൽ ഇക്കോണമി. സോ 1995 ദി ഉറുഗ്വേ റൗണ്ട് കൺക്ലൂഡ്സ്. ആഫ്റ്റർ 8 years of negotiation, the Uruguay round results in the creation of World Trade Organization. 8 വർഷത്തെ നെഗോഷിയേഷന് ശേഷം യുറുഗ്വേ റൗണ്ട് പ്രകാരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിൻ്റെ എൻഡിൽ 1994 December 14 മറാക്കേഷ് വെച്ചിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ആ എഗ്രിമെൻ്റ് പേര് അതുകൊണ്ട് തന്നെ മറാക്കേഷ് എഗ്രിമെൻ്റ് എന്നാണ് പറയുക. അതുപ്രകാരം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ഓക്കെ. മേജർ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഉറുഗ്വേ റൗണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉറുഗ്വേ റൗണ്ട് കോൺഫറൻസ് പ്രകാരമുള്ള മേജർ അച്ചീവ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, എക്സ്പാൻഡഡ് കവറേജ് ടു ഇൻക്ലൂഡ് സർവീസസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് അഗ്രികൾച്ചർ. പ്രീവിയസ്ലി ഗ്യാറ്റിൻ്റെ ലിമിറ്റേഷൻ ആയിരുന്നു സർവീസസ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, അഗ്രികൾച്ചർ പോലുള്ള ഏരിയാസ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്തുവഴി സാധിച്ചു? ഉറുഗ്വേ റൗണ്ട് നെഗോഷിയേഷൻസ് പ്രകാരം സാധിച്ചു. സ്ട്രെങ്തൻഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം, രാജ്യങ്ങൾക്കിടയിലുള്ള ഡിസ്പ്യൂട്ട്സ് അറൈസ് ചെയ്യുമ്പോൾ അതിനെ റിസോൾവ് ചെയ്യാനുള്ള മെക്കാനിസം കുറച്ചുകൂടി ബെറ്ററായിട്ട് കൊണ്ടുവരാൻ സാധിച്ചു. ദെൻ എസ്റ്റാബ്ലിഷ് എ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്, ദാറ്റ് ഈസ് WTO. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടി ഒറ്റ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ, ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഉറുഗ്വേ റൗണ്ട് വഴി സാധിച്ചു. ഓക്കെ. സോ WTO ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ എന്താണെന്ന്. ഇനി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഒന്ന്, ട്രേഡ് റൂൾസ് സെറ്റ് ചെയ്യുക. ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ അപ്പെക്സ് ഓർഗനൈസേഷനാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. സോ രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് നടത്തുമ്പോൾ എങ്ങനെ ഫ്രീയർ ട്രേഡ് കണ്ടക്ട് ചെയ്യാം, ബാരിയേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ട്രേഡ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, അതേപോലെ എല്ലാ രാജ്യങ്ങളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ട്രേഡ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം, അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ട്രേഡ് റൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് WTOയുടെ ഒരു ബേസിക് ഫംഗ്ഷനാണ്. സോ WTO എസ്റ്റാബ്ലിഷസ് എ ഫ്രെയിംവർക്ക് ഓഫ് റൂൾസ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്. These rules cover a wide range of issues from tariff and quotas to intellectual property rights and services trade.
സോ എല്ലാ ഏരിയയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാന ചലഞ്ചുകളുണ്ടല്ലോ. ആ ചലഞ്ചുകളിൽ എന്തൊക്കെ വരാം? പ്രൊട്ടക്ഷനിസം വരാം, താരിഫ് ഇമ്പോസ് ചെയ്യുക, കോട്ട ഇമ്പോസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റൂൾസ് വേണം. അത് കൊണ്ടുവരാനും അതേപോലെ സർവീസസും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും ഇൻവെസ്റ്റ്മെൻറ്റും പോലുള്ള പുതിയ ഏരിയാസ് എല്ലാം ഇതിൻ്റെ ഒരു കൺട്രോൾ, അതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കാവുന്ന ഒരു ബോഡി എന്നുള്ള രീതിയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആക്ട് ചെയ്യുന്നത്. സോ ഇതിനൊക്കെ വേണ്ടി ട്രേഡ് റൂൾസ് സെറ്റ് ചെയ്യണം. ആ ട്രേഡ് റൂൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻ്റ് ആണ്. വെൻ ട്രേഡ് ഡിസ്പ്യൂട്ട് അറൈസ് ബിറ്റ്വീൻ countries, World Trade Organization provides a platform for resolving them through a binding dispute settlement mechanism. സോ WTOയുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് രാജ്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. മെമ്പർ കൺട്രീസ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട രീതിയിലാണ് ബൈൻഡിങ് ഓൺ ദം എന്ന് പറയാം. അതായത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസമാണ്. അവിടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ രാജ്യങ്ങളത് ഫോളോ ചെയ്തിരിക്കണം. അത്തരത്തിൽ ലീഗലി ബൈൻഡിങ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇമ്പാക്റ്റ് ഇത്തരം ഓർഗനൈസേഷന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റുമായി ബന്ധപ്പെട്ട്. ദെൻ ട്രേഡ് ലിബറലൈസേഷൻ. WTO പ്രൊമോട്ട്സ് ഫ്രീ ട്രേഡ് ബൈ റെഡ്യൂസിങ് ട്രേഡ് ബാരിയേഴ്സ് ആൻഡ് എൻകറേജിങ് കൺട്രീസ് ടു ഓപ്പൺ ദെയർ മാർക്കറ്റ്സ്. ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കുക, അതുവഴി എന്താണ് ഫ്രീയർ ട്രേഡ്, അവരുടെ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു ഫ്രീ ട്രേഡ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതും WTOയുടെ ഒരു ബേസിക് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, സോ WTOയുടെ മൂന്ന് ബേസിക് ഫംഗ്ഷൻസ് നമ്മൾ കണ്ടു. ഒന്ന് ട്രേഡ് റൂൾ സെറ്റ് ചെയ്യുക, രണ്ടാമതായിട്ട് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ബോഡി എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുക, ദെൻ ലിബറലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുക. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഒന്നാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ആണ്. MFN സ്റ്റാറ്റസ് എന്ന് പറയും. അതായത് എവറി മെമ്പർ ഈസ് എ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ മുമ്പ് ലെക്ചേഴ്സിൽ റീജിയണലിസം കൺസെപ്റ്റിനെ പറ്റി പറഞ്ഞു. ലൈക്ക് ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, ഇക്കണോമിക് യൂണിയൻ പോലുള്ള റീജിയണലൈസേഷൻ കാണാൻ സാധിക്കും. അതായത് ചില രാജ്യങ്ങൾക്ക് മാത്രം സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കരുതെന്നാണ് WTO പറയുന്നത്. ഗ്ലോബൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എല്ലാ രാജ്യത്തിനും, നമ്മളിപ്പോൾ ഒരു രാജ്യത്തിന് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തു കഴിഞ്ഞാൽ അതേ പ്രിവിലേജ് എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കാൻ തയ്യാറാവണം. അതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൺസെപ്റ്റ്. ദിസ് പ്രിൻസിപ്പിൾ മീൻസ് ദാറ്റ് എ കൺട്രി മസ്റ്റ് ട്രീറ്റ് ഓൾ അതർ WTO മെമ്പേഴ്സ് ഈക്വലി. എല്ലാ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ മെമ്പേഴ്സിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇതാണ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൺസെപ്റ്റ്. ദെൻ രണ്ടാമതായിട്ട് നാഷണൽ ട്രീറ്റ്മെൻറ്റ്. സോ നാഷണൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ദി ഗുഡ്സ് എൻറ്റേർഡ് അവർ പൊളിറ്റിക്കൽ ടെറിട്ടറി, നമ്മളുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ ടെറിട്ടറിക്ക് അകത്തേക്ക് ഗുഡ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ഗുഡ്സിനെ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഫോറിൻ ഗുഡ്സിനെയും ട്രീറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പല രീതിയിലുള്ള ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട്, പല ഡ്യൂട്ടീസൊക്കെ ഇമ്പോസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റിനെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതായത് നമ്മളുടെ ഡൊമസ്റ്റിക് ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യുകയും അതേപോലെ ഫോറിൻ ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നൊരു സിറ്റുവേഷൻ വരും. അത് അവോയ്ഡ് ചെയ്യണം. ഫോറിൻ ഗുഡ്സിനെയും ഡൊമസ്റ്റിക് ഗുഡ്സിനെയും നമ്മളുടെ രാജ്യത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. അവിടെ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നാഷണൽ ട്രീറ്റ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് കൺട്രീസ് ടു ട്രീറ്റ് ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സ് ആസ് ഓർ സർവീസസ് നോ ലെസ് ഫേവറബിളി ദാൻ ഡൊമസ്റ്റിക് വൺസ്. ഡൊമസ്റ്റിക് പ്രൊഡക്ട്സിനെയും സർവീസസിനെയും ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സിനെയും സർവീസസിനെയും ട്രീറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഇതാണ് നാഷണൽ ട്രീറ്റ്മെൻറ്റിനോട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായിട്ട് നോൺ ഡിസ്ക്രിമിനേഷൻ. ദിസ് പ്രിൻസിപ്പിൾ പ്രൊഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ഒറിജിൻ ഓഫ് പ്രോഡക്ട്സ് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത് ആ രാജ്യത്തെ പ്രൊഡക്റ്റുകളെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചില രാജ്യങ്ങളെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രവൃത്തികൾ പാടില്ല എന്നാണ് WTO പറയുന്നത്. നോ ഡിസ്ക്രിമിനേഷൻ, ഈക്വലി ട്രീറ്റ് ചെയ്യുക, എല്ലാവരെയും മോസ്റ്റ് ഫേവേർഡ് നേഷനായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നാഷണൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു. ദെൻ നോൺ ഡിസ്ക്രിമിനേഷൻ കൺസെപ്റ്റ്, ഇതെല്ലാം WTOയുടെ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമാണ്. ഇതുകൂടാതെ ഫ്രീ ട്രേഡൊക്കെ നമുക്ക് WTOയുടെ പ്രിൻസിപ്പിളായിട്ട് പറയാം. ഓക്കെ, സോ മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൺസെപ്റ്റ് എന്താണ്? മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് പറഞ്ഞാൽ എവരി മെമ്പർ ഈസ് എ മോസ്റ്റ് ഫേവേർഡ് നേഷൻ. എല്ലാ രാജ്യങ്ങളെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ദെൻ നാഷണൽ ട്രീറ്റ്മെൻറ്റ്, ഫോറിൻ ഗുഡ്സ് നമ്മളുടെ പൊളിറ്റിക്കൽ ടെറിട്ടറിക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഗുഡ്സിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ ഫോറിൻ ഗുഡ്സിനെയും ട്രീറ്റ് ചെയ്യുക. ദെൻ നോൺ ഡിസ്ക്രിമിനേഷൻ,
ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഒരു രീതിയിലുള്ള വേർതിരിവും കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്. ദെൻ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് WTO? WTOയുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തേക്കണം. ഇനി നമ്മൾ WTOയുടെ സിഗ്നിഫിക്കൻസിനെ പറ്റി പറയുകയാണ്. ഒന്നാമതായിട്ട് പ്രൊമോട്ടിങ് ഇക്കണോമിക് ഗ്രോത്ത്. ഫ്രീ ട്രേഡ് കൺസെപ്റ്റ്, ഫ്രീയർ ട്രേഡ് എന്ന് പറയുന്നത് WTOയുടെ ബേസിക് ഐഡിയോളജിയാണ്. രാജ്യങ്ങൾ തമ്മിൽ ഒരു ബാരിയേഴ്സും ഇല്ലാത്ത, ലൈക്ക് നമ്മളിപ്പോൾ ട്രേഡ് ബാരിയേഴ്സിനെ പറ്റി പറഞ്ഞു, ട്രേഡ് ബാരിയേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു ഗ്ലോബലി വൺ മാർക്കറ്റ്, ഗ്ലോബലൈസ്ഡ് മാർക്കറ്റ് എന്നൊക്കെ പറയില്ലേ, ഗ്ലോബലി ഒറ്റ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് വരണം. അപ്പോൾ അതിനു വേണ്ടി ഫ്രീയർ ട്രേഡ് വരണം. സോ ഫ്രീയർ ട്രേഡ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? രാജ്യങ്ങളെല്ലാം വളരാൻ തുടങ്ങും. സോ ഫ്രീ ട്രേഡ് ഫെസിലിറ്റേറ്റഡ് ബൈ WTO ക്യാൻ ലീഡ് ടു ഇൻക്രീസ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ. ഫ്രീ ആയിട്ട് നമുക്ക് ഏത് രാജ്യത്തും പോയി ട്രേഡ് ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബെറ്റർ മാർക്കറ്റ് നമുക്ക് കിട്ടുവാണ്, ബെറ്റർ പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുവാണ്. സോ ദാറ്റ് വിൽ ദാറ്റ് വിൽ പ്രൊമോട്ട് ഇക്കണോമിക് ഗ്രോത്ത്. അതാണ് ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് റിസോൾവിങ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. WTO പോലുള്ളൊരു ബോഡി ഉള്ളത് കൊണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന ട്രേഡ് ഡിസ്പ്യൂട്ട്സ് ഈസി ആയിട്ട് റിസോൾവ് ചെയ്യാൻ സാധിക്കും. സോ ആസ് ഐ ഓൾറെഡി ടോൾഡ് യു, എന്താണ് ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്? ബൈൻഡിങ് ആണ്. ആ രാജ്യങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. WTOയുടെ വെർഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഓരോ മെമ്പർ കൺട്രീസും. സോ ദി WTO ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് മെക്കാനിസം ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ട്രേഡ് വാർസ് ആൻഡ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ഇൻ ദി ഗ്ലോബൽ ഇക്കോണമി. രാജ്യങ്ങളിടയിലുള്ള ട്രേഡ് വാർസ് പ്രിവെൻറ്റ് ചെയ്യാനും ഒരു സ്റ്റെബിലൈസ്ഡ് ഇക്കോണമി ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സെറ്റിംഗ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. WTO പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഫോർ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. ചില രാജ്യങ്ങളിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. അതേപോലെ ഒരു ബേസിക് സ്റ്റാൻഡേർഡ് ഗ്ലോബലി ഉള്ള പ്രൊഡക്റ്റുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്? കോമ്പറ്റീഷൻ വർദ്ധിക്കും. കോമ്പറ്റീഷൻ വർദ്ധിക്കുമ്പോൾ എന്താണ്, നമ്മളുടെ പ്രൊഡക്റ്റും ബെറ്റർ പ്രൊഡക്റ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. സോ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ മാർക്കറ്റിലേക്ക് എത്തും. അതുവഴി ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്താൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയാം. ഇനി WTOയുടെ കീഴിൽ വരുന്ന ഡിഫറെൻറ്റ് എഗ്രിമെൻറ്റ്സിനെ പറ്റിയാണ് അടുത്തായിട്ട് നമുക്ക് കാണാനുള്ളത്. സോ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ചില എഗ്രിമെൻറ്റ്, അതിൻ്റെ മീനിങ് എന്തുമായി ബന്ധപ്പെട്ടാണെന്നാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഒന്ന്, ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. WTO വന്നതിന് ശേഷം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നതിന് ശേഷം GATT അതിൻ്റെ അംബ്രല്ല എഗ്രിമെൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഗുഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന WTOയുടെ ഒരു ബേസിക് എഗ്രിമെൻറ്റ് അതായിട്ടാണ് GATT നിലനിൽക്കുന്നത്. സോ വൈൽ ടെക്നിക്കലി പാർട്ട് ഓഫ് WTO, GATT is the foundational agreement governing trade in goods. It establishes the most favored nation principle that provides a framework for tariff reduction. അതായത് WTOയിൽ നമ്മൾ കാണുന്ന പ്രൊവിഷൻസിൽ ഭൂരിഭാഗവും യഥാർത്ഥത്തിൽ എവിടെയാണ്? GATTൽ ഉണ്ടായിരുന്ന പ്രൊവിഷൻസ് വെച്ചുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോസ്റ്റ് ഫേവേർഡ് നേഷൻ കൺസെപ്റ്റ്, MFN കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു GATTൽ നിന്നും ആണ് WTOയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ WTOൻ്റെ ഒരു ബേസിക് എഗ്രിമെൻറ്റ്, ഫൗണ്ടേഷണൽ എഗ്രിമെൻ്റ് ആയിട്ടാണ് GATT ആക്ട് ചെയ്യുന്നത്. സോ ഗുഡ്സുമായി ബന്ധപ്പെട്ട എഗ്രിമെൻറ്റ് WTOയിൽ വരുന്നത് GATT ആണ്. രണ്ടാമത്തെ എഗ്രിമെൻ്റാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ. ദിസ് എഗ്രിമെൻറ്റ് എയിംസ് ടു റിഫോം അഗ്രികൾച്ചർ ട്രേഡ് ബൈ റെഡ്യൂസിങ് സബ്സിഡീസ്, താരിഫ്സ് ആൻഡ് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ. ഓരോ രാജ്യങ്ങളും സബ്സിഡീസ് കൊടുത്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ ബെറ്റർ ആക്കാറുണ്ട്. എങ്ങനെയാണ് ബെറ്റർ ആക്കുന്നത്? ഇപ്പോൾ നമ്മളുടെ രാജ്യം സബ്സിഡി കൊടുക്കുകയാണ്. നമ്മളുടെ രാജ്യം സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം സബ്സിഡീസിനെ പറ്റി നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് നമ്മൾ എപ്പോഴാണോ താരിഫ് ബാരിയേഴ്സിനെ പറ്റി പറഞ്ഞത്, താരിഫ് ബാരിയേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ കണ്ടതാണ് സബ്സിഡീസ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കുറയും. ബിക്കോസ് ഇപ്പോൾ 100 രൂപ കോസ്റ്റ് വരുന്നൊരു പ്രൊഡക്റ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു, ഗവൺമെൻറ് അതിനകത്ത് 30 രൂപ സബ്സിഡി തരുവാണ്. അതായത് ഈ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് ഗവൺമെൻറ് നമുക്ക് 30 രൂപ സബ്സിഡി വരും. സോ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിട്ട് കുറഞ്ഞു? 70 രൂപയായിട്ട് കുറഞ്ഞു. ഇതേ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ അവർ 100 രൂപ സ്പെൻഡ് ചെയ്യണം, റൈറ്റ്? അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 100 രൂപ തന്നെയാണ്. അപ്പോൾ ഇൻ ദാറ്റ് കേസ് എന്താ സംഭവിക്കുക? നമ്മളുടെ രാജ്യത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ രാജ്യത്തുള്ള പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് നമുക്ക് ആ എക്സ്പോർട്ടിങ് കൺട്രിയിൽ വിൽക്കാൻ സാധിക്കും. ആ ഒരു സാഹചര്യമാണ് സബ്സിഡീസ് വഴി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സബ്സിഡീസൊക്കെ ഫ്രീയർ ട്രേഡ് കൺസെപ്റ്റിനെ തടയും. അതുകൊണ്ട് സബ്സിഡീസ് ഒഴിവാക്കണം, അതേപോലെ താരിഫ് പോലുള്ള ബാരിയേഴ്സ് ഒഴിവാക്കണം, എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കണം. അപ്പോൾ അത്തരത്തിൽ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫ്രീയർ അഗ്രികൾച്ചർ ട്രേഡ് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് എഗ്രിമെൻ്റ് ഓൺ അഗ്രികൾച്ചർ സൈൻ ചെയ്തിട്ടുള്ളത്.
പിന്നെ ഉള്ളത് എഗ്രിമെൻ്റ് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് സാനിറ്ററി ആൻഡ് ഫോട്ടോ സാനിറ്ററി മെഷീൻസ്, SPS എന്ന് പറയും. SPS is an agreement that allows countries to protect human, animal and plant life or health without creating unnecessary obstacles to trade. ട്രേഡ് ഒബ്സ്റ്റക്കിൾസ് കൊണ്ടുവരാതെ തന്നെ, അതായത് രാജ്യങ്ങൾ അവരുടെ റിസോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള താരിഫ് ബാരിയേഴ്സൊക്കെ ഇമ്പോസ് ചെയ്യും, താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് ഇമ്പോസ് ചെയ്യും. അത്തരം ബാരിയേഴ്സ് ഒന്നും കൊണ്ടുവരാതെ തന്നെ രാജ്യങ്ങൾക്ക് അവരുടെ റിസോഴ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് SPS വഴി കൊണ്ടുവരുന്നത്. സോ ഇത് ജസ്റ്റ് ആ ഒരു എഗ്രിമെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് മാത്രം ഓർത്താൽ മതി. നമ്മളുടെ ആ രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സുകൾ, ആനിമൽസ്, പ്ലാന്റ് ലൈഫ്, ഹെൽത്ത് ഇവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് എഗ്രിമെൻറ്റ്. അവിടെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാതെ, അതായത് നമ്മൾ ഈ പറഞ്ഞ താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയർ കൊണ്ടുവരാതെ ഇവർക്ക് ഡയറക്റ്റ്ലി അവരുടെ റിസോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റ് ആയിട്ടാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPRമായി ബന്ധപ്പെട്ട് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ബേസിക് എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. Establishes minimum standards for protection of intellectual property rights, including patent, copyright, ട്രേഡ്മാർക്ക് പോലുള്ള, പേറ്റൻറ്റ് പോലുള്ള, കോപ്പിറൈറ്റ് റൈറ്റ് പോലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഇൻ്റർനാഷണൽ എഗ്രിമെൻ്റ് ആണ് ട്രിപ്സ്. അതും WTO എഗ്രിമെൻറ്റ്സിൻ്റെ ഭാഗമാണ്. അവിടെ നിങ്ങൾ ഓർക്കണം, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നപ്പോൾ WTO അല്ല. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ഓർഗനൈസേഷൻ വിപ്പോയാണ്, വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഇതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായി ബന്ധപ്പെട്ട അപ്പെക്സ് ഓർഗനൈസേഷൻ. എന്നാൽ WTOയുടെ കീഴിൽ വരുന്ന ട്രേഡ് എഗ്രിമെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ട്രേഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആണ് ട്രിപ്സ്, ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇനി അടുത്ത എഗ്രിമെൻറ്റ് ഗ്യാറ്റ്സ് ആണ്, ജനറൽ എഗ്രിമെൻറ്റ് ഓൺ ട്രെയിനിങ് സർവീസസ്. സർവീസസുമായി ബന്ധപ്പെട്ട് സർവീസസ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ബേസിക് എഗ്രിമെൻ്റ് ആണ് General Agreement on Trade in Services. It covers trade in services extending WTO's scope beyond goods. ഗുഡ്സിൽ മാത്രമല്ല സർവീസസും രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആണ് ജനറൽ എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് ഇൻ സർവീസസ്. അടുത്തത് ട്രിംസ് ആണ്, എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ്. റൈറ്റ്, എഗ്രിമെൻ്റ് ഓൺ ട്രേഡ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ്, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആണ് ട്രിംസ്. സോ പ്രൊഹിബിറ്റ് സർട്ടൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ് ദാറ്റ് റെസ്ട്രിക്ട് ട്രേഡ്. ട്രേഡിനെ തടയുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ് ചെയ്യാൻ പാടില്ല. ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കൂ, ഇൻവെസ്റ്റ്മെൻറ്റ് മെഷീൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് അണ്ടർലൈൻ പ്രിൻസിപ്പിൾ. സോ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് FDI ഫ്ലോ ചെയ്യുന്നുണ്ട് രാജ്യങ്ങൾക്കിടയിൽ, അതേപോലെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതൊക്കെയായി ബന്ധപ്പെട്ട ഒരു ബേസിക് എഗ്രിമെൻ്റ് ആയിട്ട് ട്രിംസിനെ ഓർക്കുക. പിന്നെ ഉള്ളത് എഗ്രിമെൻ്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷീൻസ്, അതായത് സബ്സിഡീസ് കൺട്രോൾ ചെയ്യാനും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ബേസിക് എഗ്രിമെൻ്റ് ആയിട്ടാണ് എഗ്രിമെൻ്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്. എന്താണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി? സബ്സിഡി കൊടുത്തു വരുന്ന ഗുഡ്സിൻ്റെ സബ്സിഡി ഇല്ലാതാക്കാൻ വേണ്ടി മറ്റേ രാജ്യം ചാർജ് ചെയ്യുന്ന അഡീഷണൽ ടാക്സ്. സബ്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കുറഞ്ഞ പ്രൈസിലാണ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ സബ്സിഡി കൊടുത്തിരിക്കുന്നത് 30 രൂപയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം എന്ത് ചെയ്യും, 30 രൂപ ടാക്സ് ആയിട്ട് അങ്ങ് മേടിക്കും. അതിനെയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ സബ്സിഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് രാജ്യങ്ങൾ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആണ് എഗ്രിമെൻ്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷീൻസ്. ദെൻ എഗ്രിമെൻ്റ് ഓൺ ആൻറ്റി ഡംപിങ് മെഷീൻസ്. ഡംപിങ് നല്ലൊരു ആക്ടിവിറ്റി ആണല്ലോ. സോ ഡംപിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള എഗ്രിമെൻ്റ് ആണിത്. പ്രൊവൈഡ്സ് റൂൾസ് ഫോർ കൺട്രീസ് ടു counteract dumping, which is the sale of products in a foreign market at below fair value. അതായത് നമ്മളുടെ രാജ്യത്തുള്ള ആക്ച്വൽ പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിൽ ഫോറിൻ മാർക്കറ്റിൽ കൊണ്ട് ഗുഡ്സ് വിറ്റഴിച്ച് തീർക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ മാർക്കറ്റിൽ ചില ഗുഡ്സിന് സാച്ചുറേഷൻ സ്റ്റേജായി, മെച്യൂരിറ്റി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ലൈക്ക് ആ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയുന്നു, ഡിമാൻഡ് കുറഞ്ഞു, പക്ഷേ പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് ഗുഡ്സ് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് ഓൾമോസ്റ്റ് 0 ആവുന്ന സ്റ്റേജൊക്കെ ആവുകയാണെങ്കിൽ മറ്റ് ചില രാജ്യങ്ങളിൽ കൊണ്ട് ഇത് തള്ളും, ഡംപ് ചെയ്യും. അതായത് എസ്പെഷ്യലി ആഫ്രിക്കൻ നേഷൻസിലും ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസിലും ഒക്കെയാണ് ഇതുകൊണ്ട് ഈ ഡംപ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ പ്രൈസിൽ അത് വിറ്റഴിക്കാൻ ശ്രമിക്കും. അതാണ് ആ ഒരു പ്രോസസ്സിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ലോ ക്വാളിറ്റി ആയുള്ള പ്രൊഡക്റ്റുകൾ
വളരെ കുറഞ്ഞ പ്രൈസിൽ, ആക്ച്വൽ പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിൽ ഫോറിൻ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന രീതിയാണ് ഡംപിങ്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് രാജ്യങ്ങൾക്ക് എടുക്കാവുന്ന മെഷേഴ്സിനെ പറ്റിയാണ് ഈ ഒരു എഗ്രിമെൻറ്റ് പറയുന്നത്. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെൻറ്റ് ITA, ഇറ്റ് എലിമിനേറ്റ്സ് താരിഫ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഡക്ട്സ്. IT പ്രൊഡക്റ്റ് രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ അഡീഷണൽ ടാക്സസ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല. ബിക്കോസ് എല്ലാ രാജ്യങ്ങൾക്കും എന്ത് വേണം, ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. ICT-യിലേക്കുള്ള ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എല്ലാവരിലേക്ക് എത്തണം. അപ്പോൾ അത്തരത്തിലുള്ള IT പ്രൊഡക്റ്റുകളുടെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ, രാജ്യങ്ങൾക്കിടയിൽ ട്രേഡ് നടത്തുമ്പോൾ അഡീഷണൽ ടാക്സസ് ഇമ്പോസ് ചെയ്യാതിരിക്കാനുള്ള എഗ്രിമെൻ്റാണ് ഇൻഫർമേഷൻ ടെക്നോളജി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, ITA. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റിയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സിനെയും പറ്റി പറഞ്ഞു. സോ നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഈ ഒരു ലെക്ചറിൽ കവർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പറ്റി പറഞ്ഞു. അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IMF-നെയും IBRD, അതായത് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിനെ പറ്റിയുമാണ്. അതുമായി ആ രണ്ട് സെഷനും കഴിഞ്ഞതിന് ശേഷം ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് കാണാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ, ബൈ.